ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. സ്ക്രീൻഷോട്ടിൽ പല ടിപ്സുകളും ട്രിക്സുകളുമുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഞാനിപ്പോൾ ഒരു സൈറ്റ് ഗൂഗിളിൽ നിന്ന് ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്ത സൈറ്റിൽ കാണുന്ന ഈ കാര്യങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. ഇപ്പോൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഭാഗം മാത്രമേ സ്ക്രീൻഷോട്ടിൽ വരികയുള്ളൂ. പക്ഷേ എനിക്കിത് മുഴുവനായിട്ടും ഈ എഴുത്ത് മുഴുവനായിട്ടും എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഈ തുടക്കത്തിൽ നിന്ന് മുതൽ ലാസ്റ്റ് വരെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ തന്നെ ഇവിടെ താഴെ കാണുന്ന ഒരു ഐക്കണുണ്ട്. ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അത് താഴെ പോയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ എത്ര ലോങ് സ്ക്രീൻഷോട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്ന് കാണിക്കുകയും ചെയ്യും. പ്രീവ്യൂ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മുഴുവൻ നമുക്കിതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഭാഗം മുഴുവൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുകയാണ്. ഇത്രയും ലോങ്ങിലായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇനി ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഈ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇത്രയും വലിയൊരു സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തത്. ഈ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ള കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഈ സ്ക്രീൻഷോട്ടിൽ നമുക്കിതുപോലെ എഴുതി കൊടുക്കാം. എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇപ്പോൾ വരയ്ക്കുകയോ എഴുതുകയോ മാർക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് മായ്ക്കാനുള്ള റബ്ബർ ഇവിടെയുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരണമെങ്കിൽ ബാക്ക് വന്നിട്ട് വീണ്ടും എഴുതണമെങ്കിൽ ആ പെന്നിൻ്റെ ഐക്കണിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് കളർ മാറ്റിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ എഴുതി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെയുണ്ട്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഈ ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറിയിലൊന്ന് പോയി നോക്കാം. ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇമേജ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം എത്രയോ ക്ലിയർ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ ഭാഗവും സ്ക്രീൻഷോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പേജ്, ഒരു ന്യൂസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ട് ആ ഭാഗം മുഴുവൻ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്രീൻഷോട്ടിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.